എളവള്ളി പഞ്ചായത്തിൽ ഗാന്ധി സ്മാരക നിധി ട്രസ്റ്റിന്റെ കീഴിലുള്ള ഭൂമി കയ്യേറുന്നതായി പരാതി. മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൂച്ചക്കുന്നിൽ രാത്രിയുടെ മറവിലും അവധി ദിവസങ്ങളിലും സ്വകാര്യ വ്യക്തികൾ കുന്നിടിച്ച് മണ്ണ് കടത്തുന്നതായും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതായും ആക്ഷേപമുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായിരുന്ന പി രാമൻ ദാനമായി നൽകിയ 2 ഏക്കർ വരുന്ന സ്ഥലത്ത് ഖാദി നെയ്ത്തുകേന്ദ്രം, കുട്ടികൾക്കുള്ള അംഗനവാടി, ഗ്രന്ഥശാല, വളം, മെഴുകുതിരി നിർമ്മാണ കേന്ദ്രം, കോഴി വളർത്തൽ എന്നിവ നടന്നിരുന്നതാണ്. കരുമാഞ്ചേരി മാധവൻ നായർ, കെ ഭീമൻ നായർ എന്നീ ഗാന്ധിയന്മാരാണ് ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് 15ഓളം സ്ത്രീകൾ ഖാദി നെയ്ത്തു നടത്തുന്ന തകർന്നു വീഴാറായ ഷെഡ് മാത്രമാണ്. 2 ഏക്കർ വരുന്ന സ്ഥലത്തുനിന്നും എളവള്ളി പഞ്ചായത്തിന്റെ ജലനിധി പദ്ധതിക്കായി 20 സെന്റ് സ്ഥലം പാട്ടവ്യവസ്ഥയിൽ കൈമാറിയിട്ടുണ്ട്. ബാക്കി വരുന്ന 1 ഏക്കർ 80 സെന്റ് സ്ഥലം ഗാന്ധി സ്മാരക നിധി ട്രസ്റ്റിന്റെ കൈവശമുണ്ട്. ട്രസ്റ്റിന്റെ അധികൃതരുടെ സ്ഥിരമായ സാന്നിധ്യം ഇവിടെ ഇല്ലാത്തതിനാൽ ഈ സ്ഥലത്തെ ഫലവൃക്ഷങ്ങളിലെ ഉൽപ്പന്നങ്ങൾ പലരും കൊണ്ടുപോകുകയും സാമൂഹ്യദ്രോഹികൾ രാത്രികാലങ്ങളിൽ JCBയും ടിപ്പർ ലോറിയും ഉപയോഗിച്ച് അനധികൃതമായി മണ്ണ് കടത്തിക്കൊണ്ടിരിക്കുകയുമാണെന്ന് ജനകീയ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ജിൻഡോ തേറാട്ടിൽ പറഞ്ഞു. ഈ നെയ്ത്ത് കേന്ദ്രം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ബാക്കിയുള്ള സ്ഥലമൊക്കെ അനാഥമായ രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ സാമൂഹ്യ ദ്രോഹികളുടെ വിളയാട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് മണ്ണെടുത്തു പോവുകയും രാത്രികാലങ്ങളിൽ മണ്ണെടുത്തു പോവുകയും മരങ്ങളും അതുപോലെ ഫലവൃക്ഷങ്ങളും ഇതൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യാണ്. നാടിന്റെ പൈതൃകമായ സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഖാദി പ്രസ്ഥാനത്തിന്റെയും പ്രതീകമായ ഗാന്ധി സ്മാരക നിധിയുടെ സ്ഥലവും അനുബന്ധ പ്രവർത്തനങ്ങളും സംരക്ഷിക്കാൻ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പൂവത്തൂർ ഗാന്ധി സ്മാരക നിധി ജനകീയ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് സമിതി ജനറൽ കൺവീനർ ജിൻഡോ തേറാട്ടിൽ, വൈസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, എക്സിക്യൂട്ടീവ് മെമ്പർ തോമസ് നീലങ്കാവിൽ എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ RDO, ചാവക്കാട് തഹസിൽദാർ, എളവള്ളി വില്ലേജ് ഓഫീസർ, പാവർട്ടി പോലീസ് എന്നിവർക്ക് പരാതി സമർപ്പിച്ചു. TCV ന്യൂസ്, പാവർട്ടി.